അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയുന്നു നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ലെന്ന്. അതായത് കഴിഞ്ഞ ആയത്തുകളിൽ അങ്ങനെയാണ് വന്നത്. എന്നാൽ അള്ളാഹു പറയുന്നത് ഇവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമാവില്ലെന്നതാണ്. ഇപ്പോൾ നിങ്ങളെ അനുസരിക്കുന്നവരാരോ അവരായിരിക്കും ഇവിടെ ജീവിക്കുക. മക്കയിലെ സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിരുന്ന ദുഷ്പ്രവൃത്തികൾക്ക് മറുപടി നൽകുകയാണ് ഈ ചരിത്ര വിവരണത്തിലൂടെ. പ്രത്യക്ഷത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും സംഭവങ്ങളാണ് ഇവിടെ പറയുന്നതെങ്കിലും മക്ക മുശ്രിക്കുകളെയും പരോക്ഷമായി താക്കീത് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഭാവി നിലകൊള്ളുന്നത്. ആ പ്രബോധനം അദ്ദേഹം ഏതൊന്നിലേക്കാണോ നിങ്ങളെ ക്ഷണിക്കുന്നത് അത് സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറേബ്യയിൽ ജീവിക്കാൻ സാധിക്കും. അത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിലോ നിങ്ങളുടെ പേരും കുറിയും ഇവിടെ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. കാരണം ചരിത്ര സംഭവങ്ങൾ അതൊരു യാഥാർത്ഥ്യമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ആയത്തിന് ശേഷം 15 വർഷം പൂർത്തിയായിട്ടില്ല. അപ്പോഴേക്കും അറേബ്യയിൽ ഒരൊറ്റ മുശ്രിക്ക് പോലും അവശേഷിക്കാത്ത ഒരു അവസ്ഥ വന്നു. അഥവാ സത്യനിഷേധികളുടെ ധിക്കാരം അതിരുവിട്ടപ്പോൾ അവർക്കെതിരിൽ സഹായം നൽകിക്കൊണ്ട് കാര്യത്തിന് ഒരു തീരുമാനം വരുത്തിത്തരണമേ എന്ന് പ്രവാചകന്മാരും അവരുടെ അനുയായികളും അള്ളാഹുവിനോട് പലപ്പോഴും തേടി. ഇവരെ കൊണ്ടുള്ള ശല്യം അവസാനിച്ചു കിട്ടുവാൻ ആ ധിക്കാരികളും അള്ളാഹുവിനോട് അവർ വിശ്വസിക്കുന്ന ദൈവത്തോട് തേടുക സ്വാഭാവികമാണ്. അപേക്ഷ അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്തു. അതേ, സ്വന്തം ഇച്ഛയും ദുർവാശിയും കൈമുതലാക്കിക്കൊണ്ടിരുന്ന ആ ധിക്കാരികളെ അള്ളാഹു പലതരം ശിക്ഷകളാൽ നശിപ്പിച്ചു. റസൂലുകളും അവരെ പിന്തുടർന്ന സത്യവിശ്വാസികളും രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ അടുത്ത ആയത്തിൽ പറയുന്നത് പോലെ അക്രമികൾക്കുള്ള ശിക്ഷ ഇങ്ങനെ ഈ ഒരു നടപടി കൊണ്ട് തീർന്നോ? ഇല്ലെന്നാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.